ഇന്ന് 4 മണിക്ക് തന്നെ എണീച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് ഗണപതി ഭഗവാന് നെയ്വിളക്ക് കൊളുത്തി. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സരസ്വതി യാമത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എണീച്ച് നമ്മുടെ വീട്ടിൽ അടിച്ച് തെളിച്ച് വിളക്ക് വെക്കുകയാണെങ്കിൽ സർവ്വകാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ നടക്കാനും സർവൈശ്വര്യങ്ങളും ലഭിക്കാനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്ര എളുപ്പമല്ല ആ സമയത്ത് എണീക്കുക, കുളിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ചെയ്ത് തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്ത് എണീക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു തടസ്സമില്ലാതെ നടക്കുകയും ചെയ്യും. ഞാൻ മിക്ക ദിവസവും ശ്രമിക്കാറുണ്ട് ഈ സമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത്. പുറത്ത് നല്ല ഇരുട്ടാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറി. ഇന്ന് ഗ്രീൻ പീസും പുട്ടുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് വെച്ചു. പുട്ടുപൊടിയിൽ ഉപ്പും ജീരകവും വെള്ളവും കൂടെ ചേർത്ത് തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഹസ്ബൻഡിന് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ നേരത്തെ അമ്പലത്തിൽ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പുട്ടിൻ്റെ പൊടി ഇതുപോലെ ഉരുട്ടുമ്പോൾ ഉണ്ടയായിട്ട് കിട്ടുകയാണെങ്കിൽ ഇതാണ് നനവ് പാകം. തേങ്ങ ചിരവിയത് ഞാൻ നേരിട്ട് പൊടിയിലേക്ക് തന്നെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഇടയിലിടയിൽ തേങ്ങ ചേർക്കാറില്ല. തേങ്ങ ഇതുപോലെ തിരുമ്മി ഉണ്ടാക്കുന്ന പുട്ടിന് പ്രത്യേക ഒരു സ്വാദാണ്. അങ്ങനെ പുട്ടിൻ്റെ പൊടി തയ്യാറായി. 3 കുറ്റി പുട്ട് അല്ലെങ്കിൽ 3 കുമ്പം പുട്ട് ഒന്നിച്ച് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഒരു പാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മുടെ സമയവും അതുപോലെ കുക്കിംഗ് ഗ്യാസും ലാഭമാണ്. ഞങ്ങൾ 5 പേർക്ക് ഒറ്റ ട്രിപ്പ് പുട്ടുണ്ടാക്കിയാൽ മതി. ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ആണ്. ഓരോ ദിവസവും എന്തുണ്ടാക്കണമെന്ന് നമ്മൾ കിച്ചണിൽ വന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എഴുതിയിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇതുപോലെ ചുമരിലോ അങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സൗകര്യമായിരിക്കും. അതിനകത്ത് പുട്ട് എഴുതിയിട്ടില്ല, കാരണം പുട്ട് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കുട്ടികൾക്ക് കഴിക്കാനായിട്ട്. പക്ഷേ ഒരുപാട് കാലമായി പുട്ട് കഴിച്ചിട്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇന്ന് പുട്ട് ഉണ്ടാക്കണം എന്ന്. നമ്മുടെ കിച്ചണിൽ കുഞ്ഞു കുഞ്ഞു അലങ്കാരങ്ങൾ വൃത്തിയായി പൊടി തുടച്ച് വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ഗ്രീൻ പീസ് ഉണ്ടാക്കാനായിട്ട് കടലയും ചിക്കനും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് മസാല ചേർത്ത് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. ഉള്ളി കാച്ചുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഉള്ളി കാച്ചാനുള്ള പരിപാടികൾ തുടങ്ങിയപ്പോഴാണ് പുറത്ത് മഴ പെയ്യുന്നത്. നല്ല മഴയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചാടി പുറത്തേക്ക് ഇറങ്ങി. 5:45 സമയം. പുറത്തിറങ്ങിയപ്പോൾ ചേട്ടൻ എണീറ്റ് വന്ന് ചാരുകസേരയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല തുള്ളി കനമുള്ള മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ശരിക്കും കാണുന്നില്ല. മഴയുടെ ആ ഒരു അവസ്ഥ അറിയണമെങ്കിൽ നേരം വെളുക്കണം. മുറ്റമൊക്കെ ആകെ വെള്ളമാണ്. തിരിച്ച് കിച്ചണിലേക്ക് വന്ന് ഉള്ളി മൂപ്പിച്ച് കുത്തിപ്പൊടിച്ച മുളകിട്ട് ഫ്ലെയിം സിമ്മിൽ വെച്ചു, മുളകൊന്ന് മൂത്ത് കിട്ടാനായിട്ട്. ആ സമയം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊടി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കണ്ടതാണ്. അതൊന്ന് വൃത്തിയാക്കി വെച്ചു. ആ സമയം കൊണ്ട് ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഗ്രീൻ പീസ് ചേർത്ത് ഗ്രീൻ പീസ് കറി തയ്യാറാക്കി ഒരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും എൻ്റെ പുട്ടൊക്കെ ആവി വന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ ഇടയിലിടയിൽ തേങ്ങ ചേർക്കാത്തത് കൊണ്ട് എനിക്കിങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ ഒരു കുറ്റി പുട്ട് അല്ലെങ്കിൽ ഒരു കുമ്പം പുട്ട് 3 പീസായി കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഹോട്ട് കേസിൽ അടക്കി നല്ല ഭംഗിയായിൽ അടച്ച് വയ്ക്കും. കുറേ സമയം അങ്ങനെ ചൂടോട് കൂടി ഇരുന്നോളും. അത് ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. കറിയും കൂടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോഴത്തേനും നേരം വെളുത്തു. അപ്പം ഞാൻ മഴ ഒന്ന് നോക്കാമെന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. മുറ്റമൊക്കെ ആകെ നനഞ്ഞെടുക്കുകയാണ്. പുല്ല് വളർന്ന സ്ഥലത്തൊക്കെ ഞാൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം മെറ്റൽ വിരിച്ച മുറ്റമായതുകൊണ്ട് പുല്ല് പറിക്കുക എളുപ്പമല്ല. ആകെ മുറ്റം നിറയെ വെള്ളമാണ്. അപ്പോൾ മഴ കണ്ടപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു തോന്നൽ, ഒരു ചെറിയ വിശപ്പൊക്കെ വരുന്ന പോലെ. അപ്പം ഞാൻ കുറേ നാളായി ഇത്രയും നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട്. സമയം 6:15 2 കഷ്ണം പുട്ട് എടുത്തിട്ട് ഗ്രീൻ പീസ് കറിയൊക്കെ ഒഴിച്ച് ചായയൊക്കെ ഉണ്ടാക്കി
മഴ ആസ്വദിച്ചിരുന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 6:15 സമയം. ആരും എണീറ്റിട്ടില്ല. ഹസ്ബൻഡും കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മഴ ആസ്വദിച്ചുകൊണ്ട് ചൂട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികളുടെ യൂണിഫോം അയൺ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ അത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറ്റാറില്ല. അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. 3 ആളുടെ യൂണിഫോം നന്നായി അയൺ ചെയ്ത് ഹാങ്ങറിലിട്ടു. ആരും എണീച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അത് കഴിഞ്ഞ് വന്ന് മോട്ടർ അടിച്ചിട്ടു. കാരണം കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടു. ഹാൻഡ് വാഷാണ് ചെയ്യുന്നത് യൂണിഫോം. അപ്പോൾ അത് മുക്കി വെച്ചു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ, അതായത് എനിക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല തിരക്കായതുകൊണ്ട്. പോയി കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറി മുറ്റമൊക്കെ ഉണങ്ങി നല്ല വെയിലായപ്പോൾ ഞാൻ ചവിട്ടിയൊക്കെ എടുത്ത് വിരിച്ചു ഉണങ്ങാനായിട്ട്. ഇന്നലെ കഴുകി വെച്ച തുണികളാണ്, അതൊക്കെ എടുത്ത് വിരിച്ചു. തിരിച്ച് കിച്ചണിൽ വന്ന് കഴിച്ചതും വെച്ചതുമായിട്ടുള്ള പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി പതുക്കെ നിന്ന് കഴുകി. ആരും ഇല്ലല്ലോ വീട്ടിൽ, അതുകൊണ്ട് പണികളൊക്കെ പതുക്കെ പതുക്കെ ചെയ്താൽ മതി. പതുക്കെ കഴുകി. സിങ്ക് ഞാൻ എന്നും കഴുകും. ലിക്വിഡ് ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ സിങ്ക് കഴുകുന്നത്. പക്ഷേ സിങ്കിൻ്റെ പരിസരം വൃത്തിയാവാനായിട്ട് ലൈസോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ നിറച്ചിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ എണ്ണമയവും അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയാവും. സിങ്കിൻ്റെ പരിസരം, ആ ടൈലൊക്കെ നല്ലൊരു വാസനയും ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. അങ്ങനെ കിച്ചണിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഞാൻ വാഷ് ബേസിൻ എന്നും കഴുകും. വൈറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും വൃത്തികേടാവും എല്ലാ ദിവസവും കഴുകിയില്ലെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഒരു റെഡ് ഹാർപ്പിക്കിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിവിടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ അത് കഴുകി വൃത്തിയാക്കി. അതിനകത്തൊരു ഫിനോഫ്തലിൻ ഗുളിക ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടവൽ ഞാൻ എന്നും മാറ്റാറുണ്ട്. കുട്ടികളൊക്കെ ഉള്ള കാരണം എന്നും മാറ്റും. അത് കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് വന്നു. ഞങ്ങൾ 5 പേരുള്ളത് കൊണ്ട് മുകളിലും താഴെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. പായയും തലോണയൊക്കെ കൊണ്ട് വെയിലത്തിട്ടു. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കി. ചെറിയൊരു ബെഡ്റൂമാണ്, നന്നായി വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് അടുത്ത് തുടയ്ക്കാനുള്ള പരിപാടികളാണ്. തുടയ്ക്കാനായിട്ട് എനിക്ക് ചേട്ടൻ വാങ്ങിച്ചു തന്ന പുതിയ മോപ്പാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കളറും എനിക്കിഷ്ടമായി. പിന്നെ കുറേ കാലം മുന്നേ വാങ്ങിച്ചതാണ് ഇങ്ങനത്തെ മോപ്പ്. കൈ ഒട്ടും നനയില്ല. നമ്മുടെ ലൈസോൾ ഒഴിച്ചിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. ഈ മോപ്പിൽ അതുപോലെ മുടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊടി ഒട്ടും ഉണ്ടാവില്ല തുടച്ച് കഴിയുമ്പോൾ. നല്ല വൃത്തിയായിട്ട് എല്ലാ കോർണറും വൃത്തിയാവും. കട്ടിലിൻ്റെ ചുവട്ടിലും അതുപോലെ സോഫയുടെ ചുവട്ടിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല കംഫർട്ടബിളാണ് ഈ മോപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടച്ചപ്പോൾ. അതുപോലെ ഇതിൻ്റെ തുണി നല്ല സോഫ്റ്റാണ്. അത് കാരണം ലൈറ്റ് വെയ്റ്റുമാണ്. അത് തന്നെ നല്ല സുഖമാണ് തുടയ്ക്കാനായിട്ട്. തുടച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിരിച്ച തുണികളൊക്കെ ഉണങ്ങി കിട്ടി. അത് മടക്കാനായിട്ട് കൊണ്ടിട്ടു. ബെഡിലിട്ടിട്ടാണ് ഞാൻ മടക്കാറ്. യൂണിഫോം കഴുകാൻ നോക്കുമ്പോൾ നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ വേസ്റ്റ് ബക്കറ്റൊക്കെ കഴുകി ഉണങ്ങാനായിട്ട് കൊണ്ടുവച്ചു. ഉച്ചയോടുകൂടി തന്നെ ഞാൻ 4 മണിക്കുള്ള പലഹാരപ്പണി തുടങ്ങും. ഉഴുന്ന് വടയുടെ മാവ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ബോൾസാണ് ഉണ്ടാക്കിയത്. അതുപോലെ ചായ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിനകത്ത് ഒഴിച്ച് വയ്ക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. മിക്ക ദിവസവും ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന പലഹാരം തന്നെയാണ് കഴിക്കാറ്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസൊക്കെ ഡയബറ്റിക്കാണ്. അപ്പോൾ ഞാനും ഡയബറ്റിക് ആവാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട്, അതുപോലെ മധുരം ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടും ഞാൻ ചോറ് പരമാവധി ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ചോറ് പരമാവധി കഴിക്കാറില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഈ പലഹാരം തന്നെയാണ് കഴിക്കാറ്. പിന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പരമാവധി വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ വേണം കഴിക്കാൻ കൊടുക്കാനായിട്ട്. പക്ഷേ ഇപ്പം എല്ലാവരും ബേക്കറിയിലത്തെ പലഹാരങ്ങൾ, പാക്കറ്റ് പലഹാരങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവറും അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക്. എപ്പോഴും അസുഖമായിരിക്കും. കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാൻ ഒരുപാട് സമയം പിടിക്കും.
അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേസ് അങ്ങനത്തെ പോലുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും അസുഖമാണ്. അപ്പോൾ പരമാവധി വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ, അതുപോലെ അട, കൊഴുക്കട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ കൊടുക്കണം. ഇവിടെ മിക്ക ദിവസവും പലഹാരം ഉണ്ടാവും. അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ വരും കഴിക്കാനായിട്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഉച്ചക്കലത്തെ എൻ്റെ ലഞ്ചാണിത്. തലേദിവസത്തെ സാമ്പാർ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതെടുത്ത് ചൂടാക്കിയിട്ട് അതിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. ഉഴുന്ന് വെച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾ കഴിക്കാനായിട്ട് സാമ്പാർ, ചട്നി, അതുപോലെ ചമ്മന്തി, അതൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ ഉഴുന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കേണ്ടത്. സ്കൂൾ വിട്ടിട്ട് ആദ്യം വരിക ഹരിയാണ്. ഹരി വന്ന ഉടനെ കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പു വരും. പാറു വന്നത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം രാവിലെ നേരത്തെ പോകുന്നതും ഏറ്റവും വൈകി വരുന്നതും പാറുവാണ്. വരുന്നത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ മുറ്റടിക്കാനായിട്ട് ഇറങ്ങി. വീടിന് ചുറ്റും മാവും പ്ലാവും ഒക്കെയാണ്, അപ്പോൾ നിറയെ ഇലകളുണ്ടാവും. അപ്പോൾ ഒരു ദിവസം നമ്മൾ മുറ്റടിച്ചില്ലെങ്കിൽ നിറയെ ഇലകളുണ്ടാവും. അതുകൊണ്ട് എല്ലാ ദിവസവും മുറ്റടിക്കണം. ഒരു കവുങ്ങ് ചാഞ്ഞ് നിൽക്കുകയാണ് വീടിൻ്റെ മുകളിലേക്ക്. കാറ്റും മഴയും വന്നപ്പോൾ ചാഞ്ഞതാണ്, അത് കട്ട് ചെയ്ത് കളയണം. പിന്നെ മുറ്റടിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ചെറിയ ചെറിയ പുല്ലൊക്കെ പറിച്ച് അതോട് കയ്യോടെ കളയുകയാണെങ്കിൽ നമ്മുടെ മുറ്റം എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. ഇതിപ്പോൾ എൻ്റെ സ്റ്റെയർ കേസിൻ്റെ അവിടെയാണ് നിറച്ച് കള്ളിച്ചെടികളും അങ്ങനത്തെ ഒക്കെ മുളച്ചേക്കണത്, മഴക്കാലത്ത് വന്നതാണ്. അപ്പോൾ മുറ്റടിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ കൈയോടെ പറിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് കിടക്കും നമ്മുടെ മുറ്റം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചവറൊക്കെ കത്തിക്കാനായിട്ട് നമുക്ക് സ്ഥിരമായിട്ടൊരു സ്ഥലം വേണം വീടിന് ചുറ്റോറം. അവിടെ ഇവിടെ ഇട്ട് കത്തിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ചവറൊക്കെ അടിച്ചിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് വാരിയിട്ടിട്ട് സ്ഥിരമായിട്ട് കത്തിക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയി കൊട്ടി കത്തിക്കുകയാണ് ചെയ്യുന്നത്. മഴക്കാലത്ത് നമുക്ക് ചവറ് കത്തിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ മണ്ണെണ്ണയോ പെട്രോളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഒഴിച്ചിട്ട് വളരെ സൂക്ഷിച്ച് കത്തിക്കണം. ഇന്നിപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു ടർഫൻറ്റൈനാണ്. ഞാൻ അത് ഒഴിച്ചിട്ടാണ് ഇന്ന് കത്തിച്ചത്. രാവിലെ മുക്കി വെച്ച് യൂണിഫോമൊക്കെ കഴുകിയിട്ടു. അപ്പോഴാണ് സീതാപ്പഴം ഉണ്ടാവണ മരത്തുമ്മ കായ പിടിച്ചത് ഞാൻ ശ്രദ്ധിച്ചത്. ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. വലിയ സീതപ്പഴം ഉണ്ടായിട്ടുണ്ട്, 2-3 വേറെ ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണ്. ആത്തച്ചക്ക പോലെ ഇരിക്കും ഇത്. പൊളിച്ച് കഴിഞ്ഞാൽ നിറച്ച് കുരുക്കളും നല്ല മധുരവും ഒക്കെ ഉണ്ട്. മരുന്നടിക്കാത്ത ഫ്രൂട്ടായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. 5-6 അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സമയം 5:30 കഴിഞ്ഞു കേട്ടോ. ഇത് മന്ത്രങ്ങൾ ചൊല്ലുന്ന ഒരു സാധനമാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ ഒരുപാട് വേറെ 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 മന്ത്രങ്ങളുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് വളരെ പീസ്ഫുള്ളായിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ വെക്കും. അങ്ങനെ മാറ്റി മാറ്റി നോക്കുകയാണ് ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മന്ത്രം ഞാൻ വെച്ചു സന്ധ്യാസമയത്ത്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കുട്ടികൾ ബാഗൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കണം, അതൊക്കെ എടുത്ത് ഒതുക്കി കൊണ്ടുവച്ചു. അവർ ഇറയത്ത് തന്നെ ബാഗ് ഇട്ടിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഓടി വരും. അപ്പോൾ ഓരോരുത്തരുടെ ബാഗ് കൊണ്ടിട്ടു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കിതച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ വെള്ളം കുടിച്ച് പിന്നെ ഇറങ്ങി. മുറ്റമടിച്ച് മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കറുവപ്പട്ടയുടെ മരം, അത് വീടിൻ്റെ സൈഡിൽ നിൽക്കണതാണ്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ഒരുപാട് ഇലകൾ പൊഴിയുന്ന ഒരു മരമാണിത്. അടിച്ച് വാരിയില്ലെങ്കിൽ പൊന്ത പിടിച്ചിരിക്കും. ഇതിൻ്റെ ഇലയ്ക്ക് ഒരു മസാലയുടെ ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടത്ത് കടിച്ച് നോക്കാറുണ്ട്. ഒരു നല്ലൊരു മസാലയുടെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊളിച്ചിട്ട് അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, ഒരു മസാലയുടെ ഫ്ലേവറാണ് ഇതിൻ്റെ ഇലയ്ക്ക്. കടിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇടയ്ക്ക് ഓരോ ഇല ഞാൻ കടിച്ച് നോക്കാറുണ്ട്. അടുത്ത് തന്നെ ഒരു ഇരുമ്പമ്പുളി ഉണ്ട്. ഇരുമ്പമ്പുളിയൊക്കെ പറിച്ചിട്ട് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിനകത്ത്. ഇപ്പോൾ അത് രണ്ടാമത് പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. ചപ്പുചവറൊക്കെ കൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് കത്തിക്കുന്നിടത്ത് ഇട്ടു. പക്ഷേ മഴ ഉണ്ടായതുകൊണ്ട് നനഞ്ഞുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ടർഫൻറ്റൈൻ ഒഴിച്ചിട്ട് കത്തിക്കാനുള്ള പരിപാടിയിലാണ്. നേരത്തെ കുറച്ച് കത്തിച്ചായിരുന്നു, അത് കെട്ടുപോയി. രണ്ടാമത് നമ്മൾ ഒഴിച്ചിട്ട് കത്തിക്കണം. പക്ഷെ ഇത് കുറച്ച് സൂക്ഷിക്കണം, പെട്ടെന്ന് ആളി പിടിക്കും. അതുകൊണ്ട് ദൂരെ നിന്ന് വേണം നമ്മൾ തീപ്പെട്ടി ഉരച്ചിട്ട് അതിനകത്തേക്ക് ഇടാനായിട്ട്. കുട്ടികളൊന്നും ചെയ്യരുത്. അതുപോലെ നമ്മളുടെ യൂസ്ഡ് പാഡുകളൊക്കെ കത്തിക്കാനായിട്ട് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ടർഫൻറ്റൈൻ. സമയം സന്ധ്യയായി, 6 മണി ആവാറായി, വിളക്ക് വയ്ക്കാറായി.
തിരിച്ച് കിച്ചണിൽ വന്നപ്പോൾ പാത്രങ്ങൾ വീണ്ടും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി കുളി കഴിഞ്ഞിട്ട് വിളക്ക് വെച്ചു. ഗണപതിക്ക് വിളക്ക് വെച്ചു, പൂവൊക്കെ വെച്ചു, നിലവിളക്ക് കൊളുത്തി. ഞാൻ സ്ഥിരം നാമം ജപിക്കാറുണ്ട്. അപ്പോൾ നാമം ജപിക്കാനായിട്ട് നിലവിളക്കിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഇതെൻ്റെ സിറ്റ് ഔട്ടാണ്. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാമം ചൊല്ലാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കുറച്ച് അധികം ഉണ്ട് ചൊല്ലി തീർക്കാനായിട്ട്. ഒരു 10-20 മിനിറ്റോളം നാമം ജപിക്കാറുണ്ട് ഞാൻ. ഫ്രണ്ടിൽ തന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് വിനായകൻ്റെയൊക്കെയാണ് സാധാരണ വെക്കാറ്. എനിക്ക് ഈ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ നല്ല ഇഷ്ടമായത് കാരണം ഞാനത് വാങ്ങി വെച്ചു. ലളിതാ സഹസ്രനാമമാണ് ഞാൻ സ്ഥിരം ചൊല്ലുന്നത്. അതുപോലെ നാമം ജപിച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു പുസ്തകത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു മന്ത്രം ഒരു പേജിൽ ഫുള്ള് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് സന്ധ്യ ആകുമ്പോൾ നാമം ജപിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പേജ് ഇങ്ങനെ എഴുതിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നു. എൻ്റെ കുട്ടികൾ എഴുതാറില്ല, ഞാനാണ് എഴുതാറ്. അപ്പോൾ അവരെ കൊണ്ട് എഴുതിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കളിക്കാനൊക്കെ പോയിട്ട് വരുമ്പോൾ സമയം വൈകും, അതുകൊണ്ട് അവർ എഴുതാറില്ല. ഇതിപ്പോൾ ഞാൻ എഴുതുന്ന ബുക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വചനം എടുക്കാറുണ്ട്. വിളക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ പ്രീതിപ്പെട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വചനം എടുക്കാറുണ്ട്. ഇന്നത്തെ വചനം കിട്ടിയത്: ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് രാത്രിയിലേക്കുള്ള ജോലി ചെയ്യാൻ തുടങ്ങി. കിച്ചണിൽ കയറി. ചോറ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ചോറ് തിളപ്പിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉണക്കപ്പയർ കാച്ചാന്ന് വിചാരിച്ച് അടുപ്പത്ത് വെച്ചു. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി വെച്ചു. ഉണക്കപ്പയർ വെന്ത് കഴിഞ്ഞപ്പോൾ ഉള്ളി കാച്ചി. നമ്മൾ രാവിലെ ഗ്രീൻ പീസ് കാച്ചിയ പോലെ തന്നെ ഉള്ളി മൂപ്പിച്ച് മുളക് മൂപ്പിച്ച് അതിനകത്തേക്ക് ഇട്ടു. നല്ല രസമാണിത്. ഉണക്കപ്പയർ ഉള്ളി കാച്ചണത് ഒരു പ്രത്യേക സ്വാദാണ്. ഞാൻ വൈകുന്നേരം ഓട്സാണ് കഴിക്കാറ്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ഉണക്കപ്പയർ. അതങ്ങനെ ഉള്ളി കാച്ചി വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പാറു വന്നു. പാറുവിന് കുറേ നാളായി ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പാറുവിന് ഞാൻ വാങ്ങിച്ചൊരു ഗിഫ്റ്റ് കൊടുത്തു. സന്തോഷം കണ്ട. ഡയറി മിൽക്കിൻ്റെ പുതിയൊരു സംഭവം, ഡയറി മിൽക്ക് ബ്രൗണി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. 140 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഗോൾഡൻ പേപ്പർ ഉണ്ടല്ലോ, അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ, അത് അതിനകത്ത് ഇല്ല. നമുക്ക് ജസ്റ്റ് കവർ പൊട്ടിച്ച് ഉടനെ തന്നെ കഴിച്ചു തുടങ്ങാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല മുഴുത്ത നല്ല വണ്ണമുള്ള വലിയ ചോക്ലേറ്റ്. പാറുവിന് അങ്ങോട്ട് സന്തോഷമായി. അപ്പോൾ എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ പാറു പറഞ്ഞു ഞാൻ ആദ്യം കഴിക്കട്ടെ എന്നിട്ട് അമ്മയ്ക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു. കണ്ടോ അതിൻ്റെ വലിപ്പം നോക്കി, എന്ത് വലിയ ചോക്ലേറ്റാന്ന് നോക്കി. ഈശ്വരോ, അതാണ് പാറുവിന് കൊടുത്ത ഗിഫ്റ്റ്. എനിക്ക് അവൾ കഴിച്ചിട്ട് ഒരു കഷ്ണം വായിൽ വെച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പൊട്ടിച്ചിട്ട് തന്നു 2 എണ്ണം. എനിക്ക് കഴിക്കാനുള്ള ഓട്സ് അത് അടുപ്പത്ത് വെച്ചു. ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് 10:30 സമയമായി. ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ടി വി കാണുകയാണ്. ഇത് എത്ര നേരം വേണമെങ്കിലും കണ്ടോളും, നമ്മൾ നിർത്താൻ പറഞ്ഞാൽ നിർത്തുള്ളൂ. ന്യൂസാണ് മെയിനായിട്ട് കാണുന്ന ആൾ. ഇങ്ങനെ കിടന്ന് ടി വി കാണാൻ വലിയ ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാറു ഉറങ്ങി ആ സമയം കൊണ്ട്. അപ്പം ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് പോയി. ബ്രഷൊക്കെ എടുത്ത് ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് എൻ്റെ ഡെയിലി റുട്ടീൻ നൈറ്റ് റുട്ടീനൊക്കെ കഴിഞ്ഞ് ഫേസൊക്കെ കഴുകി തുണികൾ മടക്കാനുള്ളതൊക്കെ മടക്കി വെച്ചു. കുട്ടികൾക്കൊക്കെ 3 പേർക്കും 3 ഇതുപോലത്തെ കൊട്ടകൾ വെച്ചിട്ടുണ്ട് ഡെയിലി വെയേഴ്സ് ഇടാനായിട്ട്. അതുപോലെ ഏട്ടൻ്റെ ഡ്രസ്സുകൾ ഒക്കെ മടക്കി വെച്ചു. രാത്രിയിലേക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ചു. പിറ്റേ ദിവസം ഗ്രീൻ പീസ് തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഗ്രീൻ പീസ് കുറച്ചുകൊണ്ട് വെള്ളത്തിലിട്ടു. 11:30 സമയമായി. ഗുഡ് നൈറ്റായി. ഉറങ്ങാൻ കിടന്നു.